y ഈസ് ഈക്വൽ ടു 3 cos log x പ്ലസ് 4 sin log x എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എച്ച് സ്ക്വയർ ഇൻറ്റു വൈ ടു, അതായത് എച്ച് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എച്ച് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എന്താണെന്ന് പ്രൂവ് ചെയ്യണം? 0 എന്ന് പ്രൂവ് ചെയ്യണം. ഈസിയാണ്, സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാം. നമുക്ക് വൈ തന്നിട്ടുണ്ടല്ലോ, വൈ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈ ഡാഷ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്തായാലും വേണമല്ലോ, അതാണ് എക്സ് ഇൻറ്റു വൈ വൺ ഒരു ടേം കിടപ്പുണ്ടല്ലോ. അതേപോലെ എച്ച് സ്ക്വയർ ഇൻറ്റു വൈ ടു എന്ന് പറയുന്ന ടേം കിടപ്പുണ്ട്. സോ ഫസ്റ്റ് ഡെറിവേറ്റീവും കണ്ടുപിടിക്കണം, സെക്കൻഡ് ഡെറിവേറ്റീവും കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് ഡെറിവേറ്റീവ് നമുക്ക് എന്തായാലും കണ്ടുപിടിക്കാം വൈ വൺ, വൈ ഡാഷ് അല്ലെങ്കിൽ നമുക്ക് എന്തും വിളിക്കാം, വൈ വൺ എന്ന് വിളിക്കാം. ഇവിടെ ക്വസ്റ്റിന് വൈ വൺ എന്ന് നിൽക്കുന്നുണ്ട്, ഞാൻ എന്ത് ഉപയോഗിക്കുക? വൈ വൺ തന്നെ ഉപയോഗിക്കുക. ഓക്കെ, സോ വൈ വൺ ഈസ് ഈക്വൽ ടു എന്താ? ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കാം, 3 അതേപോലെ എഴുതാം. കോസ് ഓഫ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ. സോ മൈനസ് സൈൻ ഓഫ് ലോഗ് എക്സ്. സൈൻ കോസ് എക്സ് അല്ലായിരുന്നു, കോസ് ഓഫ് ലോഗ് എക്സ് ആയിരുന്നു. സോ അകത്ത് കിടക്കുന്ന ആ ഫംഗ്ഷൻ്റെയും കൂടെ ഡെറിവേറ്റീവ് എടുക്കണം. ലോഗിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/x പ്ലസ് അടുത്ത ഇനി ആരും കിടപ്പുണ്ട് 4 അതേപോലെ എഴുതി. സൈൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ്. സോ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, സൈൻ ഓഫ് ലോഗ് എക്സ് ആയതുകൊണ്ട് കോസ് ഓഫ് ലോഗ് എക്സ് ഇൻറ്റു എന്ത് ചെയ്യണം? ലോഗിൻ്റെ ഡെറിവേറ്റീവ് ആണ്, അതായത് 1/x. ഓക്കെ ആണേ? ഓക്കെ, സോ അതാ നോക്കിയാൽ ഇവിടെ നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും വൈ വൺ ഈസ് ഈക്വൽ ടു, ഞാനൊന്ന് അടുക്കി പറക്കി വൃത്തിയായിട്ട് എഴുതാൻ പോവുക. അതാ നോക്കിയേ, ഒരു 1/x രണ്ടിലും കോമൺ ഉണ്ടല്ലോ, ആ 1/xനെ കോമൺ ആയിട്ട് എടുക്കാം. 1/x കോമൺ ആയിട്ട് എടുത്തു. സോ 1/x കോമൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? പോസിറ്റീവ് ടേമിനെ ആദ്യമേ എഴുതാം. 4 കോസ് ഓഫ് ലോഗ് എക്സ് മൈനസ് 3 സൈൻ ഓഫ് ലോഗ് എക്സ്. ലോഗ് എക്സിനെ കോമൺ എടുക്കാമെന്ന് വിചാരിക്കല്ലേ, കാരണം സൈനകത്ത് കിടക്കുന്ന ആംഗിൾ ആണെന്ന് തോന്നുന്നു ലോഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് കിട്ടി. ഇനി ഞാൻ എക്സ് വൈ വൺ എന്ന് പറയുന്ന ടൈമാണ് നമുക്ക് വേണ്ടത് അല്ലയോ. സോ ആ എക്സിന് ഞാൻ എന്ത് ചെയ്യാം? ഞാനിങ്ങ് ലെഫ്റ്റിലോട്ട് കൊണ്ടുവരാം. സോ എക്സ് ഇൻറ്റു വൈ വൺ ഈസ് ഈക്വൽ ടു 4 കോസ് ഓഫ് ലോഗ് എക്സ് മൈനസ് 3 സൈൻ ഓഫ് ലോഗ് എക്സ്. ഓക്കെ ആണേ? ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടുന്നത്? എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ടു വേണം, അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് നമുക്ക് വേണം. ഞാൻ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? വൈ വൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇതിനെ എന്ത് ചെയ്യാം? ഒന്നുകൂടെ ഡെറിവേറ്റ് ചെയ്താൽ മതി. വൈ വൺ എന്ന് പറയുന്നത് 1/x ഇൻറ്റു എന്ന് പറഞ്ഞൊരു ടേം കിടപ്പുണ്ടല്ലോ, ഉണ്ട്. അതിനെ എന്ത് ചെയ്യാം? എനിക്ക് ഡെറിവേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് രണ്ട് സൈഡിലും എന്ത് ചെയ്യാം? താണ്ട ഈ ഒരു ഫോമാറ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഈ സ്റ്റെപ്പിൻ്റെ അവിടെ തന്നെ എനിക്ക് എന്ത് ചെയ്യാം? ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും ഡെറിവേറ്റ് ചെയ്താൽ എനിക്ക് ആരെ കിട്ടും? വൈ ടുവിനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾ വേണമെങ്കിൽ തന്നെ ഈ സ്റ്റെപ്പിൽ നിന്ന് വൈ വൺ ആൾറെഡി ഉണ്ട്, വൈ ടു എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. വൈ ടു കണ്ടുപിടിക്കുമ്പോൾ ഈ സ്റ്റെപ്പിൽ നിന്ന് വൈ ടു കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? അതാ നോക്കിയേ, ഇവിടെ 1/x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നത് അടുത്തൊരു ഫംഗ്ഷൻ, അങ്ങനെ രണ്ട് ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കണം? നമ്മുടെ ലെബ്നിറ്റ്സ് റൂൾ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കണ്ടുപിടിക്കാം. ഇനി ഞാൻ എന്താണ്ടേ ഇവിടെ ഈ സ്റ്റെപ്പിൽ നിന്ന് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കാം. താ നോക്കിയാൽ എക്സ് ഇൻറ്റു വൈ വൺ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യും? വൈ ടു എനിക്ക് വേണം. വൈ ടു വേണമെങ്കിൽ എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡെറിവേറ്റ് ചെയ്യണം, റൈറ്റ് ഹാൻഡ് സൈഡ് എന്ത് ചെയ്താൽ മതി? ചുമ്മാ അങ്ങ് ഡെറിവേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സോ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡെറിവേറ്റ് ചെയ്യുമ്പം ഇവിടെ ഈ രണ്ട് ഫംഗ്ഷനായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കും അല്ലയോ, യു വി. സോ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1. സോ 1 ഇൻറ്റു വൈ വൺ അതേപോലെ പ്ലസ് ഇനി എന്ത് കിട്ടും? ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. വൈ വണ്ണിൻ്റെ ഡെറിവേറ്റീവ് എന്താ? വൈ വണ്ണിൻ്റെ ഡെറിവേറ്റീവ് ആണെന്ന് തോന്നുന്നു വൈ ടു എന്ന് പറയുന്നത്, ആണ്. സോ വൈ ഡി വൈ ബൈ ഡി എക്സ് ആണ് വൈ അല്ലേ, അതിൻ്റെ ഡെറിവേറ്റീവ് ആണെന്ന് തോന്നുന്നു ഡി സ്ക്വയർ വൈ ബൈ ഡി എച്ച് സ്ക്വയർ ആണ്. സോ വൈ വണ്ണിൻ്റെ ഡെറിവേറ്റീവ് ആണെന്ന് തോന്നുന്നു വൈ ടു എന്ന് പറയുന്നത്. സോ എക്സ് ഇൻറ്റു വൈ ടു. ഓക്കെ ആണേ? ഓക്കെ, സോ ഈസ് ഈക്വൽ ടു ഇവിടെ ചെയ്യാം, നമുക്ക് ചെയ്യാം. 4 അതേപോലെ എഴുതി. കോസ് ഓഫ് ലോഗ് എക്സ്, കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ. സോ മൈനസ് സൈൻ ഓഫ് ലോഗ് എക്സ് ഇൻറ്റു എന്തുകൊണ്ട്? ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള 1/x ഉണ്ട്. ഓക്കെ, മൈനസ് 3 അതേപോലെ എഴുതി. സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് ഓഫ് ലോഗ് എക്സ് ഇൻറ്റു ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ട് 1/x. ഇവിടെയും നമുക്ക് എന്ത് കിട്ടി? ഒരു 1/x താണ്ട് ഈ ടേമിലുണ്ട്, ഈ ടേമിലുണ്ട്. സോ 1/x എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് എടുക്കാം. സോ വൈ വൺ പ്ലസ് എക്സ് വൈ ടു ഈസ് ഈക്വൽ ടു 1/x ഇൻറ്റു ഇതാ നോക്കിയേ, ഇവിടെ അകത്ത് എന്താ കിടക്കുന്നത്? -4 സൈൻ ഓഫ് ലോഗ് എക്സ് മൈനസ് 3 കോസ് ഓഫ് ലോഗ് എക്സ്. ഓക്കെ, സോ ഈ എക്സിന് ഞാൻ എന്ത് ചെയ്യാൻ പോയി? ഇനി ലെഫ്റ്റിലോട്ട് കൊണ്ടുവരാൻ പോവാം. സോ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? എക്സ് വൈ വൺ പ്ലസ് ഇവിടെ ആൾറെഡി ഒരു എക്സ് ഉണ്ടായിരുന്നു, എക്സ് ഇൻറ്റു എക്സ് എന്താവും? എക്സ് സ്ക്വയർ വൈ ടു ആവും ഈസ് ഈക്വൽ ടു -4
സൈൻ ഓഫ് ലോഗ് എക്സ് മൈനസ് 3 കോസ് ഓഫ് ലോഗ് എക്സ് എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇത്രയും കിട്ടി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ, x²/2 നമുക്ക് ഇതാണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ടേം ഇവിടെ കിട്ടിക്കഴിഞ്ഞു കണ്ടോ. അത് ഒരുമിച്ചിട്ട് അവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അങ്ങ് ഡെറിവേറ്റ് ചെയ്ത് എക്സിനെ ഇപ്പുറത്തോട്ട് എത്തിയപ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടി, x² പ്ലസ് x×y1 ആ ടേം എന്ത് ചെയ്ത് ഈ രണ്ട് ടേം എനിക്ക് എന്ത് ചെയ്ത് ആൾറെഡി ലെഫ്റ്റ് ഹാൻഡിൽ കിട്ടി. അതിൻ്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്താൽ ഞാൻ വൈയും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്തോ ആവണം, 0 ആവണം. ഓക്കെ ആണോ? ഓക്കെ. സോ xy1 പ്ലസ് വിച്ച് ഇംപ്ലൈസ് നമുക്ക് എഴുതി നോക്കാം xy1 പ്ലസ് x²/2 പ്ലസ് എന്ത് ചെയ്യണം, ഒരു വൈയും കൂടെ ആഡ് ചെയ്യണം അല്ലേ. സോ പ്ലസ് y ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം ഇവിടെ xy1 പ്ലസ് x²/2 എന്ന് പറയുന്നത് എന്തായിരുന്നു, -4 സൈൻ ഓഫ് ലോഗ് എക്സ് മൈനസ് 3 കോസ് ഓഫ് ലോഗ് എക്സ് പ്ലസ് ഇനി അതിൻ്റെ കൂടെ ആരെയും കൂടെ ആഡ് ചെയ്യണം, വൈയും കൂടെ ആഡ് ചെയ്യണം. വൈ നമുക്ക് തന്നിട്ടുണ്ട്, എന്താ വൈ നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ അപ്പുറത്തെ പേജിലോട്ട് എഴുതിക്കോട്ടെ, കാരണം അതാണ്ട് ഈ സ്ഥലം തീരാറായിപ്പോയി. ഇതിന് ഞാൻ കട്ട് ചെയ്തുകൊണ്ട് അത് പോവാം. ഓക്കെ. പ്ലസ് എന്ത് ചെയ്യണം, വൈയും കൂടെ വേണം അല്ലയോ, വൈയും കൂടെ വേണം. വൈ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട് എന്താ, 3 കോസ് ലോഗ് എക്സ് പ്ലസ് 4 സൈൻ ലോഗ് എക്സ്. 3 കോസ് ലോഗ് എക്സ് പ്ലസ് 4 സൈൻ ലോഗ് എക്സ് 3 കോസ് ലോഗ് എക്സ് പ്ലസ് 4 സൈൻ ലോഗ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഇതാ നോക്കിയേ, -4 സൈൻ ലോഗ് എക്സും പ്ലസ് 4 സൈൻ ലോഗ് എക്സും എന്ത് ചെയ്യും, ക്യാൻസൽ ആയി പോവും. -3 കോസ് ലോഗ് എക്സും പ്ലസ് 3 കോസ് ലോഗ് എക്സും എന്ത് ചെയ്യും, ക്യാൻസൽ ആയി പോവും. സോ ആൻസർ എന്ത് കിട്ടും, 0 കിട്ടും. കണ്ടോ. സോ xy1 പ്ലസ് x²/2 പ്ലസ് y ഈസ് ഈക്വൽ എന്തെന്ന് കിട്ടി, 0 എന്ന് പ്രൂവ് ചെയ്തു. സിമ്പിൾ കണക്കല്ലേ, സിമ്പിൾ ചോദ്യം. ഓക്കെ, നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇതാ നോക്കിയേ, നല്ലൊരു ക്വസ്റ്റൻ ഇത്. y is equal to a e raised to mx plus b e raised to nx. Show that d²y/dx² minus m plus n into dy by dx plus mny is equal to 0. കാണുമ്പോൾ ഭയങ്കര പാടായിട്ടൊക്കെ തോന്നും. എങ്ങനെ പ്രൂവ് ചെയ്യും, എളുപ്പമാണ്. നമ്മൾ ഇത്രയും ചെയ്ത അതേ പരിപാടികൾ തന്നെ. നമുക്കറിയാം d²y/dx² വേണം, അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് വേണം, ഫസ്റ്റ് ഡെറിവേറ്റീവ് വേണം. നമ്മുടെ ഈ y ആൾറെഡി ഉണ്ട് താനും, നമ്മുടെ ഈ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇത്ര സാധനങ്ങൾ മതി നമുക്ക്. ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ ഇവിടെ ഈ ഫംഗ്ഷൻ്റെ, എളുപ്പമാണ്. സോ അത് നമുക്ക് കണ്ടുപിടിച്ചിട്ട് ഇതെല്ലാം കൂടെ വാരിപ്പറക്കി ഇട്ട് കൊടുത്ത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും, പക്ഷേ സിമ്പിളാണ്. ഓക്കെ, നല്ല ക്വസ്റ്റനാണ്. അതാ നോക്കാം, നമുക്ക് ചെയ്യാം എന്തായാലും. സോ ഫസ്റ്റ് y ഡാഷ് നമുക്ക് എന്തായാലും കണ്ടുപിടിക്കണം. y ഡാഷ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്, അത് അതേപോലെ എഴുതി e raised to mxൻ്റെ ഡെറിവേറ്റീവ് e raised to mx ഇൻറ്റു എന്തുണ്ട്, m ഉണ്ട്, പ്ലസ് b e raised to nxൻ്റെ ഡെറിവേറ്റീവ് b അതേപോലെ എഴുതി e raised to nxൻ്റെ ഡെറിവേറ്റീവ് e raised to nx ഇൻറ്റു n. ഓക്കെ ആണേ. ഓക്കെ, സോ ഫസ്റ്റ് ഡെറിവേറ്റീവ് കിട്ടി. ഇനി നമുക്ക് ഡബിൾ ഡെറിവേറ്റീവ് വേണം, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് വേണം. സോ y ഡബിൾ ഡാഷ് എയും എമ്മും കോൺസ്റ്റൻറ്റ്, അത് അതേപോലെ എഴുതി a ഇൻറ്റു m. e raised to mxൻ്റെ ഡെറിവേറ്റീവ് e raised to mx ഇൻറ്റു m ഉണ്ട്. ആ എമ്മും ഈ എമ്മും കൂടെ എന്തോ ആയി, m² ആയി. ഓക്കെ, പ്ലസ് b e raised to nxൻ്റെ ഡെറിവേറ്റീവ് b അതേപോലെ എഴുതി e raised to nxൻ്റെ ഡെറിവേറ്റീവ് e raised to nx ഇൻറ്റു n ഉണ്ട്. ഇവിടെ ആൾറെഡി ഒരു n ഉണ്ടായിരുന്നു, ഇതിൻ്റെ ഡെറിവേറ്റീവ് ആകുമ്പോൾ വീണ്ടും ഒരു n വരും. സോ n കൂടെ എന്താവും, n² ആവും. സോ n² ആവും ഇൻറ്റു n² ആവും. ഓക്കെ, സോ ഡബിൾ ഡെറിവേറ്റീവ് കിട്ടി, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കിട്ടി. സോ വൈയും കിട്ടി, y ഡബിൾ ഡാഷും കിട്ടി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താ, d²y/dx² മൈനസ് m പ്ലസ് n ഇൻറ്റു dy by dx പ്ലസ് mny ഈസ് ഈക്വൽ ടു 0. പ്രൂവ് ചെയ്യാം, ഈസിയാണ്. അതാ നോക്കിയേ, d²y/dx² ആദ്യമേ വേണം. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് y ഡബിൾ ഡാഷ് മൈനസ് m പ്ലസ് n ഇൻറ്റു y ഡാഷ് പ്ലസ് mny ഈസ് ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പ്രൂവ് ചെയ്യേണ്ടത്. സോ ഈ എഴുതിയേക്കുന്ന ഇത്രയും ആൾക്കാരെ നമുക്കൊന്ന് നിരത്തി പിടിച്ച് എഴുതി വെക്കാം. സോ y ഡബിൾ ഡാഷ് നമ്മുടെ ആൾറെഡി ഉണ്ട്, a e raised to mx ഇൻറ്റു m² പ്ലസ് b e raised to nx ഇൻറ്റു n² മൈനസ് m പ്ലസ് n ഇൻറ്റു എന്തുകൊണ്ട് dy by dx ഉണ്ട്. dy by dx എന്താടാ, നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താ, a ഇതാണ്ട് m ഇൻറ്റു a e raised to mx പ്ലസ് n ഇൻറ്റു b e raised to
എൻ എച്ച്. ഓക്കെ, ഇനി ലാസ്റ്റ് ടൈം എന്താ? പ്ലസ് എം എൻ വൈ. അത് ഞാൻ അതേപോലെ ഇട്ടേക്കുക, പ്ലസ് എം എൻ വൈ. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കണ്ടുപിടിക്കാം. എ ഇ റൈസ് ടു എം എച്ച് ഇതാണ്ടെ, ഞാൻ ഈ മൈനസ് എം പ്ലസ് എന്നിനകത്തോട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാ? മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. സോ എ ഇ റൈസ് ടു എം എച്ച് ഇൻറ്റു എം സ്ക്വയർ പ്ലസ് ബി ഇ റൈസ് ടു എൻ എച്ച് ഇൻറ്റു എൻ സ്ക്വയർ മൈനസ് എം പ്ലസ് എൻ കൊണ്ട് എന്ത് ചെയ്യാൻ പോവാം? അകത്തോട്ട് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. സോ നമുക്ക് എന്ത് കിട്ടും? മൈനസ് എം പ്ലസ് എൻ ഇൻറ്റു എം ഇൻറ്റു എ ഇ റൈസ് ടു എം എച്ച് മൈനസ് എം പ്ലസ് എൻ ഇൻറ്റു ബി ഇ റൈസ് ടു എൻ എച്ച് പ്ലസ് എം എൻ വൈ. ഒന്നുമില്ല, ഈ മൈനസ് എം പ്ലസ് എന്നിന് ഞാൻ എന്ത് ചെയ്തു? ഇവനും കൊടുത്തു ബ്രാക്കറ്റിനകത്തോട്ട് ഓപ്പൺ ചെയ്തു. ഓക്കെ ആണേ? ഓക്കെ, ഇനി ഇതാണ്ട് ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്യാം. എ ഇ റൈസ് ടു എം എച്ച് ഇൻറ്റു എം സ്ക്വയർ പ്ലസ് ബി ഇ റൈസ് ടു എൻ എച്ച്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് വേറൊരു കാര്യം ചെയ്യാടാ. ചെയ്യാം. നോക്കിക്കേ, എ ഇ റൈസ് ടു എം എച്ച് ഇവിടെയും ഉണ്ട്, എ ഇ റൈസ് ടു എം എച്ച് കണ്ടോ? എ ഇ റൈസ് ടു എം എച്ച് ഇവിടെയുണ്ട്, എ ഇ റൈസ് ടു എം എച്ച് ഇവിടെയുണ്ട്. അപ്പോൾ എ ഇ റൈസ് ടു എം എച്ച് എനിക്ക് എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് എഴുതാം. സോ അങ്ങനെ ചെയ്യാം. എ ഇ റൈസ് ടു എം എച്ച് കോമൺ ആയിട്ടുണ്ട്. എ ഇ റൈസ് ടു എം എച്ച് ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി ആരുണ്ട്? എം സ്ക്വയർ ഉണ്ട്. എ ഇ റൈസ് ടു എം എച്ച് ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ ബാക്കി ആരുണ്ട്? മൈനസ് എം ഇൻറ്റു എം പ്ലസ് എൻ ഉണ്ട് ഇവിടെ. കണ്ടോ? എം ഇൻറ്റു എം പ്ലസ് എൻ മൈനസ് എം പ്ലസ് എൻ ഇൻറ്റു എം, അല്ലെങ്കിൽ മൈനസ് എം ഇൻറ്റു എം പ്ലസ് എൻ. ഓക്കെ, പ്ലസ് ഇതുപോലെ നമുക്ക് കോമൺ എടുക്കാം. കണ്ടോ? ബി ഇ റൈസ് ടു എച്ച് ഇവിടെയുണ്ട്, ബി ഇ റൈസ് ടു എച്ച് ഇവിടെയുണ്ട്. സോ ബി ഇ റൈസ് ടു എച്ചിന് എനിക്ക് എന്ത് ചെയ്യാം? അതിനെയും കോമൺ എടുക്കാം. സോ ബി ഇ റൈസ് ടു എച്ചിനെ ഞാൻ കോമൺ എടുത്തു. ബി ഇ റൈസ് ടു എച്ചിനെ കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ആരുണ്ട്? ഇവിടെ ഒരു എൻ സ്ക്വയർ ബാക്കിയുണ്ട്. ഇവിടെ ബി ഇ റൈസ് ടു എച്ച് കോമൺ വന്നു കഴിഞ്ഞാൽ ബാക്കി ആരുണ്ട്? എൻ ഉണ്ട്, ഒരു മൈനസ് എൻ ഇൻറ്റു എം പ്ലസ് എൻ ഉണ്ട്, ഒരു മൈനസ് എം പ്ലസ് എൻ ഇൻറ്റു എൻ ഉണ്ട്. അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? മൈനസ് എൻ ഇൻറ്റു എം പ്ലസ് എൻ. ഓക്കെ, ഒന്നുമില്ലടാ, മൈനസ് എം പ്ലസ് എൻ ഇൻറ്റു എൻ എന്നല്ലേ കിടക്കുന്നത്. ഞാൻ ആദ്യമേ എഴുതി? എന്നിനെ ആദ്യമേ എഴുതിയെന്നേ ഉള്ളൂ, മൈനസ് എൻ ഇൻറ്റു എം പ്ലസ് എൻ. ഓക്കെ, മൈനസ് എം പ്ലസ് എൻ ഇൻറ്റു എൻ ആണ്, ഞാൻ എന്ത് ചെയ്തെന്നേ ഉള്ളൂ? എന്നിനെ ആദ്യം എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇത്ര ആൾക്കാർ അവിടെയുണ്ട്. പ്ലസ് ലാസ്റ്റ് ഇനി ബാക്കി ആരുണ്ട്? നമ്മുടെ എം എൻ വൈ ഉണ്ട് ബാക്കി. ഓക്കെ ആണേ? ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എ ഇ റൈസ് ടു എം എച്ച്. നോക്കിക്കോ, എ ഇ റൈസ് ടു എം എച്ച് ഇൻറ്റു നോക്കിക്കേ, എം സ്ക്വയർ ഉണ്ട്, മൈനസ് എമ്മിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ മൈനസ് എമ്മിനകത്തോട്ട് വരുമ്പോൾ മൈനസ് എം സ്ക്വയർ മൈനസ് എം എൻ പ്ലസ് ബി ഇ റൈസ് ടു എച്ച് ഇൻറ്റു എൻ സ്ക്വയർ, ഈ എന്നിനകത്തോട്ട് കയറ്റാം. സോ മൈനസ് എം എൻ മൈനസ് എൻ സ്ക്വയർ പ്ലസ് എം എൻ വൈ വിച്ച് ഈസ് ഈക്വൽ ടു എ ഇ റൈസ് ടു എം സ്ക്വയർ ക്യാൻസൽ ആയി പോകും. സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? മൈനസ് എം എൻ എ ഇ റൈസ് ടു എം എച്ച്. ഇവിടെ എൻ സ്ക്വയർ ക്യാൻസൽ ആയി പോകും. ഇവിടെ എന്ത് കിട്ടും? മൈനസ് എം എൻ ഇൻറ്റു ബി ഇ റൈസ് ടു എച്ച് പ്ലസ് എന്തുകൊണ്ട്? എം എൻ വൈ ഉണ്ട്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, നിങ്ങൾക്ക് വേണമെങ്കിൽ വൈയും കൂടെ എഴുതാം. വൈ ഇങ്ങനെ താണ്ട എ ഇ റൈസ് ടു എം എച്ച് പ്ലസ് ബി ഇ റൈസ് ടു എൻ എച്ച് എന്നും കൂടെ ഇവിടെ വേണമെങ്കിൽ എഴുതാം. പക്ഷേ എന്തായി പോവും? ഒരുപാട് ലെങ്തി ആയിട്ട് നമ്മൾ ആ സ്റ്റെപ്പ് എഴുതേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ആ വൈയെ തൽക്കാലം എന്ത് ചെയ്തേ ഉള്ളൂ? വൈ ആയിട്ട് ഇട്ടെന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ അങ്ങനെ എഴുതിയെന്നും പറഞ്ഞാൽ തെറ്റിപ്പോകത്തൊന്നുമില്ല, അത് തെറ്റൊന്നുമല്ല. ഓക്കെ, സോ ഇവിടെ നോക്കിയേ, ഒരു മൈനസ് എം എൻ താണ്ട് ഇവിടെയുണ്ട്. സോ മൈനസ് എം എൻ ഞാൻ കോമൺ എടുത്തു. അകത്തെന്ത് വരും? എ ഇ റൈസ് ടു എം എച്ച് പ്ലസ്, കണ്ടോ? മൈനസ് എം എൻ ഞാൻ കോമൺ എടുത്തു. സോ പിന്നെ ആരേ ഉള്ളൂ ഇനി? പ്ലസ് ബി ഇ റൈസ് ടു എച്ചേ ഉള്ളൂ. പ്ലസ് എന്തുവാ? എം എൻ വൈ വിച്ച് ഈസ് ഈക്വൽ ടു, സൂക്ഷിച്ച് നോക്ക്, എ ഇ റൈസ് ടു എം എച്ച് പ്ലസ് ബി ഇ റൈസ് ടു എൻ എച്ച് എന്താ? എ ഇ റൈസ് ടു എം എച്ച് പ്ലസ് ബി ഇ റൈസ് ടു എൻ എച്ച് എന്താ? അത് വൈ അല്ലയോ? വയ്യ. സോ ആൻസർ എന്തായി ശരിക്കും പറഞ്ഞാൽ? മൈനസ് എം എൻ, ഇവനെ എന്ത് വിളിക്കാം? എനിക്ക് വൈ എന്ന് വിളിക്കാം. പ്ലസ് എം എൻ വൈ വിച്ച് ഈസ് ഈക്വൽ ടു, ആൻസർ എന്തായി? മൈനസ് എം എൻ വൈ പ്ലസ്
പ്ലസ് എൻ വൈ എം എൻ വൈ എന്താ 0 ആൻസർ. സോ സിമ്പിളായിട്ട് ആൻസർ കിട്ടി. എത്ര ആൻസർ 0. കണ്ടോ, കാണുമ്പോൾ ഭയങ്കര പാടാന്നൊക്കെ തോന്നും, പക്ഷെ വല്ലതും ഉണ്ടോ ചെയ്യാൻ? ഒന്നുമില്ല ചെയ്യാൻ. എന്താ, ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, വാരി പറക്കി ഇട്ട് കൊടുക്കുക, ഒന്ന് അടുക്കി പറക്കി വൃത്തിയായിട്ട് എഴുതി കഴിഞ്ഞാൽ ആൻസറായി. ഓക്കെ. സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കുക, വീണ്ടും 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 എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കുക. ഓക്കെ, നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If y is equal to 500 e raised to 7x plus 600 e raised to minus 7x, show that d square y by dx square is equal to 49 into y. നോക്കാം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. അത് നോക്കിയാൽ y ഉണ്ട്, അപ്പോൾ y1 കണ്ടുപിടിക്കാമല്ലോ. y1 അല്ലെങ്കിൽ dy by dx ഈസ് ഈക്വൽ ടു, അത് നോക്കിയാൽ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ y ഡെറിവേറ്റ് ചെയ്യുമ്പോൾ dy by dx കിട്ടും. റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ അത് നോക്കിയേ 500 e raised to 7x. So 500 into e raised to 7xൻ്റെ ഡെറിവേറ്റീവ് എന്താ, e raised to 7x ഇൻറ്റു എന്തുകൊണ്ട് ഒരു 7 ഉണ്ട്, പ്ലസ് 600 e raised to minus 7xൻ്റെ ഡെറിവേറ്റീവ് എന്താ, 600 അതേപോലെ എഴുതി e raised to minus 7x ഇൻറ്റു എന്തുകൊണ്ട് ഒരു -7 ഉണ്ട്. ഓക്കെ ആണേ. ഓക്കെ, ഇനി നിങ്ങൾക്ക് തോന്നും ഈ 500ഉം 7ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം, ഈ -7 600 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. മൾട്ടിപ്ലൈ ചെയ്ത് എഴുതരുത്. ഓക്കെ, കാരണം എന്താ, നമ്മുടെ ക്വസ്റ്റ്യനകത്ത് y എന്താ 500 e raised to 7x പ്ലസ് 600 e raised to minus 7x. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടടുത്ത് എന്താ 49 ഇൻറ്റു y എന്നാണ് കിടക്കുന്നത്. അതായത് ഈ 500 e raised to 7xും പ്ലസ് 600 e raised to minus 7x ആ ഒരു ടേം എന്ത് ചെയ്യണം, അങ്ങനെ തന്നെ കിടക്കണം. ഓക്കെ ആണേ, അത് കാണുമ്പോൾ മനസ്സിലായി 49 y എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ആ 500 e raised to 7x പ്ലസ് 600 e raised to minus 7x ആ ഒരു രണ്ട് ടേംസ് ഉണ്ടല്ലോ, അതിന് നിങ്ങൾ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാനേ നിൽക്കണ്ട. ഓക്കെ ആണേ. എന്തുകൊണ്ടാണ്, നമ്മുടെ ക്വസ്റ്റിനകത്ത് പ്രൂവ് ചെയ്യാനുള്ളതിൽ എന്ത് കുഴപ്പമുണ്ട്, 49 y എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ആ വൈയെ തൽക്കാലം അങ്ങനെ തന്നെ ഇട്ടേക്കുക, അതിന് എന്ത് ചെയ്യേണ്ട നിൽക്കണ്ട, മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട. അതാ നോക്കിയേ dy by dx കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കണം, d square y by dx square കണ്ടുപിടിക്കണം. സോ ഇതിന് എന്ത് ചെയ്യുക, ഒന്നുകൂടെ ഡെറിവേറ്റ് ചെയ്യുക. സോ d square y by dx square ഈസ് ഈക്വൽ ടു 500 e raised to 7x ഇൻറ്റു ഇതാ നോക്കിയേ ഒരു 7 ഇവിടെ ഉണ്ടായിരുന്നു. e raised to 7xനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 500ഉം 7ഉം അതേപോലെ എഴുതി e raised to 7xനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, e raised to 7x ഇൻറ്റു 7, ഒരു 7ഉം കൂടെ ഉണ്ട്. ഓക്കെ ആണേ. ഓക്കെ, പ്ലസ് 600 അതേപോലെ ഉണ്ട് ഇൻറ്റു ഒരു -7 ഉണ്ടായിരുന്നു ഇൻറ്റു e raised to minus 7x ഇൻറ്റു എന്ത് കിട്ടും, വീണ്ടും ഒരു -7 കിട്ടും. ഓക്കെ ആണേ. ഓക്കെ, സോ ഒന്നുമില്ല, 600ഉം -7 അതേപോലെ എഴുതി e raised to minus 7xന് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, e raised to minus 7x ഇൻറ്റു -7 ഉണ്ട്. ഇവിടെ അതേപോലെ തന്നെ 500ഉം ഒരു 7ഉം അതേപോലെ എഴുതി, 500ഉം ഒരു 7ഉം അതേപോലെ എഴുതി e raised to 7xന് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, e raised to 7x ഇൻറ്റു 7 കിട്ടും. ഓക്കെ ആണേ. ആൻസർ ആയി കഴിഞ്ഞാൽ മക്കളെ ഇതാ നോക്കിയേ, ഈ 7 ഇൻറ്റു 7 എന്താ 49, അതായത് 49 ഇൻറ്റു 500 e raised to 7x പ്ലസ് ഈ -7ഉം -7ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും എന്ത് കിട്ടും, -7 ഇൻറ്റു -7 പ്ലസ് 49 അല്ലേ. സോ 49 ഇൻറ്റു 600 ഇൻറ്റു e raised to minus 7x. ഓക്കെ ആണേ. ഇനി നമ്മൾ ആൻസറിലോട്ട് എത്തിക്കഴിഞ്ഞത് 49 ഇവിടെ രണ്ട് കോമൺ ആയിട്ടില്ലയോ, 49നെയും കോമൺ എടുക്കാം. സോ 49നെ കോമൺ എടുത്തു, ബാക്കി എന്താ ഉള്ളത്, 500 e raised to 7x പ്ലസ് 600 e raised to minus 7x. എടാ ഈ കിടക്കുന്ന സാധനം തന്നെ അല്ലേ ഈ y അല്ലേ. സോ ആൻസറിലായി d square y by dx square ഈസ് ഈക്വൽ ടു 49 ഇൻറ്റു ദാ ഈ കിടക്കുന്ന ആളെ നമുക്ക് എന്ത് വിളിക്കാം, y എന്ന് വിളിക്കാം. സിമ്പിൾ. ഓക്കെ, സോ ഒന്നുമില്ല, ഞാൻ ഈ 7ഉം ഈ 7നെയും കൊണ്ട് 500നെ 600നെ ഒന്നും എന്ത് ചെയ്തില്ല, മൾട്ടിപ്ലൈ ചെയ്തില്ല. കാരണം ആൻസറിലോട്ട് നോക്കുമ്പോൾ എനിക്കറിയാം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 49 ഇൻറ്റു y എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഇവന്മാരെ അതേപോലെ ഇട്ടേക്കണം. 500 e raised to 7xും 600 e raised to minus 7xനെ അതേപോലെ ഇട്ടേക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ ആണേ. ഓക്കെ, സോ നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങളങ്ങനെ ഇട്ടില്ലെന്ന് വിചാരിക്കുക, മൾട്ടിപ്ലൈ എന്ന് വിചാരിക്കുക, നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ലാസ്റ്റ് ഫൈനൽ ആൻസറിൽ നിന്ന് ഒരു 49 എന്ത് ചെയ്യേണ്ടി വരും, കോമൺ ആയിട്ട് എടുക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. ഓക്കെ. ഓക്കെ, സോ അതാണ്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. e raised to y into x plus 1 is equal to 1. Show that d square y by dx square is equal to dy by dx the whole square. പ്രൂവ് ചെയ്യാം. നമുക്ക് തന്നേക്കുന്നത് എന്താ, e raised to y into x plus 1 is equal to 1 എന്ന് തന്നിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യാൻ പോകും, എനിക്ക് രണ്ട് രീതി ചെയ്യാം. ഒന്നുകിൽ എന്ത് ചെയ്യാം, e raised to y 1/1 ഈ x plus 1നെ എന്ത് ചെയ്യാം, റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോകാം, അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ എന്താ, ഇവിടെ
ലെഫ്റ്റ് ഹാൻഡിലും റൈറ്റ് ഹാൻഡിലും എന്ത് ചെയ്യുക, സിമ്പിളി എന്ത് ചെയ്യുക, അങ്ങ് ഡെറിവേറ്റ് ചെയ്യുക. സോ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലേ ഇംപ്ലിസിറ്റ് ഫംഗ്ഷനും എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷനും ഒക്കെ. അതായത് എക്സും വൈയും ഒരുമിച്ച് കിടക്കുന്ന ഫംഗ്ഷൻസും എക്സും വൈയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷൻസും ഉണ്ട്, ചെയ്യാൻ പറ്റാത്ത ഫംഗ്ഷൻസും ഉണ്ട്. സോ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വൈയെ എല്ലാം ഒരു സൈഡിലും ബാക്കിയുള്ളതിൻ്റെ അപ്പുറത്തിടും, ഈ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റ് ചെയ്യും, റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റ് ചെയ്യും. ഇനി ഒരുമിച്ച് കിടക്കുവാണ്, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സിമ്പിളി നമ്മൾ എന്ത് ചെയ്യും, അങ്ങ് ലെഫ്റ്റും റൈറ്റും അങ്ങ് ഡെറിവേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ആ ഡെറിവേറ്റീവ്സ് dx ആ കണ്ടുപിടിക്കണമെങ്കിൽ അത് മാത്രം എന്ത് ചെയ്യും, ഒരു സൈഡിലോട്ട് കൊണ്ടുവരും. ഓക്കെ, നമ്മൾ അങ്ങനെയൊക്കെ കണക്കുകൾ ചെയ്തിട്ടുണ്ട്, നമുക്ക് പ്രോബ്ലംസ് ഒരുപാട് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്, സോൾവ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. സോ കൺഫ്യൂഷൻ ഒന്നും വരേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ആ പ്രോബ്ലംസ് ഒക്കെ ചെയ്തത് എന്ത് ചെയ്യുക, ഒന്നുകൂടെ എടുത്ത് നോക്കി റീകളക്ട് ചെയ്ത് പക്കയാക്കുക. ഓക്കെ. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ലെഫ്റ്റും റൈറ്റും എന്ത് ചെയ്യാൻ പോവാ, ഡെറിവേറ്റ് ചെയ്യാൻ പോവാ. ലെഫ്റ്റ് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ലെഫ്റ്റിൽ ഇതാണ്ട ഒരു ഫംഗ്ഷൻ ഇൻറ്റു വേറൊരു ഫംഗ്ഷൻ കിടക്കുക. സോ ഡെറിവേറ്റ് ചെയ്യാം. e⁻y ഡെറിവേറ്റീവ് എന്താ, e⁻y. പക്ഷേ നമുക്കറിയാം e⁻x ആയിരുന്നെങ്കിൽ e⁻x തന്നെ, പക്ഷേ ഇവിടെ x അല്ല എന്താ, y ആ കിടക്കുന്നത്. സോ എന്ത് ചെയ്യണം, ഇൻറ്റു dy/dx ഉണ്ട്, ഇൻറ്റു dy/dx ഉണ്ട്. ഉണ്ടോ? ഉണ്ട്. ഓക്കെ. സോ e⁻y ഇൻറ്റു dy/dx ഉണ്ട്. വൈയുടെയും കൂടെ ഡെറിവേറ്റീവ് എടുക്കണം. നമ്മൾ പഠിച്ചതായത് അല്ലേ, e⁻x ആണെങ്കിൽ സിംപ്ലി e⁻x. പക്ഷേ e⁻y വന്നാൽ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഞാൻ ഡെറിവേറ്റ് ചെയ്യുന്നത്. കണ്ടോ, വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ചെയ്യുന്നത്. സോ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുന്നതുകൊണ്ട് ഇൻറ്റു എന്ത് ചെയ്യണം, dy/dx ഉണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ ഇൻറ്റു dx/dx ഉണ്ട്. പക്ഷേ ആ dx എന്തായിപ്പോവും, 1 ആയിപ്പോവും. ഓക്കെ. സോ അതൊന്നും വേണ്ട, അതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്, പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ, ഒന്ന് ഓർമ്മിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ. സോ e⁻y ഇൻറ്റു എന്താ, dy/dx. ഓക്കെ. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഇൻറ്റു എന്താ, സെക്കൻഡ് ഫംഗ്ഷൻ അതേപോലെ എഴുതുക, x+1 പ്ലസ് ഇനി എന്താ, ഫസ്റ്റ് ഫംഗ്ഷനെ അതേപോലെ എഴുതുക, സെക്കൻഡ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എടുക്കുക. x+1ൻ്റെ ഡെറിവേറ്റീവ് എന്താ, 1. കേട്ടോ, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആയിപ്പോവും. സോ 1. ഓക്കെ. വിച്ച് ഈസ് ഈക്വൽ ടു റൈറ്റിൽ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ അതെന്തായിപ്പോവും, 0 ആയിപ്പോവും. ഓക്കെ. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, e⁻y ഇതാണ്ട് രണ്ട് ടേമിൽ കോമൺ ഉണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്യാൻ പോയി, കോമൺ ആയിട്ട് എടുക്കാൻ പോവാം. ഓക്കെ. കാരണം എന്താ, e⁻y ഇവിടെ കിടക്കേണ്ട ആവശ്യമില്ല. e⁻y കോമൺ എടുത്ത് റൈറ്റിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്തോളും, കട്ട് ചെയ്ത് വെക്കോളും. ഓക്കെ. സോ e⁻y ഞാൻ ഈ കോമൺ ആയിട്ട് എടുത്തു. e⁻y കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തുകൊണ്ട്, dy/dx ഇൻറ്റു x+1 പ്ലസ് 1 ഈസ് ഈക്വൽ ടു എന്താ, 0. സോ e⁻y എനിക്ക് റൈറ്റിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതങ്ങ് പൊക്കോളും, ക്യാൻസൽ ആയി പൊക്കോളും അല്ലേ. 0 ഡിവൈഡഡ് ബൈ e⁻y എന്ത് തന്നെയാണ്, 0 ആയി പൊക്കോളും. ആ e⁻y അവിടെ നിന്ന് പൊക്കോളും, ഒഴിവായി കിട്ടും നമുക്ക്. ഓക്കെ. സോ നമുക്ക് എന്ത് കിട്ടും, ബാക്കി എന്ത് കിട്ടും, dy/dx ഇൻറ്റു x+1 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. ഓക്കെ ആണേ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, d²y/dx² കണ്ടുപിടിക്കണം. നമുക്ക് ചെയ്യാം. ഞാൻ ദാണ്ട് ഇവിടെ dy/dx ഒരു സൈഡ് ഇടാൻ പോവാം, ബാക്കിയുള്ളതിനെല്ലാം അപ്പുറത്ത് കൊണ്ടുപോകാൻ പോവാം. ഓക്കെ. സോ നമ്മുടെ ക്വസ്റ്റനിലും അങ്ങനെയല്ലേ, d²y/dx² ഒരു സൈഡിലും ബാക്കിയുള്ളതെല്ലാം എന്താ, അപ്പുറത്തെ സൈഡിലും. സോ ഞാൻ എന്ത് ചെയ്യാൻ പോവാ, dy/dx ഒരു സൈഡ് ഇട്ടു, വിച്ച് ഈസ് ഈക്വൽ ടു -1. കണ്ടോ, dy/dx ഇൻറ്റു x+1 ഈസ് ഈക്വൽ ടു എന്താ, -1 എന്ന് കിട്ടും അല്ലേ. dy/dx ഇൻറ്റു x+1 ഈസ് ഈക്വൽ ടു എന്താ, ഈ +1 ഞാൻ അപ്പുറത്തോട്ട് കൊണ്ടുപോവാ. സോ -1 എന്ന് കിട്ടും. സോ dy/dx ഈസ് ഈക്വൽ ടു എന്താ, -1 ഡിവൈഡഡ് ബൈ എന്താ, x+1. ഓക്കെ ആണോ? ഓക്കെ. -1 ഡിവൈഡഡ് ബൈ ഇതിനെ എന്ത് ചെയ്താൽ മതി, ഇതിനെ താഴോട്ട് കൊണ്ടുവന്നാൽ മതി. ഓക്കെ. സോ -1 ഡിവൈഡഡ് ബൈ x+1 അത് കിട്ടി. ഇനി നമുക്ക് ആരെ കണ്ടുപിടിക്കണം, d²y/dx² വേണം. ഒന്നുമില്ല, ലെഫ്റ്റിലും റൈറ്റിലും എന്ത് ചെയ്യുക, ഡെറിവേറ്റ് ചെയ്യുക. ഓക്കെ. ലെഫ്റ്റിലും റൈറ്റിലും എന്ത് ചെയ്യുക, ഡെറിവേറ്റ് ചെയ്യുക. ഓക്കെ. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് dy/dx ഡെറിവേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, d²y/dx² കിട്ടും. സോ d²y/dx² ഈസ് ഈക്വൽ ടു, ഓക്കെ, റൈറ്റ് ഹാൻഡിൽ ഡെറിവേറ്റ് ചെയ്യണം. റൈറ്റ് ഹാൻഡിൽ നമുക്ക് എങ്ങനെ നടക്കുക, മൈനസ് അതേപോലെ എഴുതാം, അല്ലെങ്കിൽ -1 എഴുതാം. -1 u ആയിട്ട് എടുക്കാം. നമുക്ക് ഈ -1 നമുക്ക് എന്ത് ചെയ്യാം, u ആയിട്ട് എടുക്കാം. x+1 നമുക്ക് എന്ത് ചെയ്യാം, v ആയിട്ട് എടുക്കാം. സോ u ഈസ് ഈക്വൽ ടു -1. സോ u ഡാഷ് ഈസ് ഈക്വൽ ടു എന്താ, 0 വരും. v ഈസ് ഈക്വൽ ടു എന്താ, 1 + x. v ഡാഷ് ഈസ് ഈക്വൽ ടു എന്ത് വരും, നമുക്ക് 1 വരും. ഓക്കെ ആണേ. ഓക്കെ. സോ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, u/v ഫോമിൽ വന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ എന്തായിരുന്നു, u'(v - uv' ഡിവൈഡഡ് ബൈ എന്താ, v². എല്ലാം ഉണ്ട്, u' ഉണ്ട്, v ഉണ്ട്, v' ഉണ്ട്, v ഉണ്ട്, എല്ലാം ഉണ്ട്. പറക്കി ഇട്ട് കൊടുക്കാം. സോ u' എന്ന് പറയുമ്പോൾ 0. സോ 0 ഇൻറ്റു ഈ ടേം വേണോ നമുക്ക്, ആ ടേം വേണ്ട. ഈ ടേം വേണോ നമുക്ക്,
ഈ ടേം വേണ്ട, കാരണം യു ഡാഷ് 0 ആയ 0 ഇൻറ്റു എന്തോ ആയിക്കോട്ടെ അത് 0 ആയിപ്പോവും. ബാക്കി എന്തുണ്ട്? മൈനസ് യു ഇൻറ്റു വി ഡാഷ്. യു എത്ര? -1. സോ മൈനസ് ഓഫ് -1 എന്താവും? +1 ആവും. ഇൻറ്റു വി എന്താ? വി ഇവിടെ 1+x. സോറി വി ഡാഷ് ആയിരുന്നു അല്ലേ? വി ഡാഷ് യു ഇൻറ്റു വി ഡാഷ് ആയിരുന്നു. വി ഡാഷ് എത്ര? 1. സോ 1 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 1 മുകളിൽ വന്നത് 1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? 1+x സ്ക്വയർ അല്ലേ? സോ 1+x ദ സ്ക്വയർ. ഓക്കെ, സോ d²y/dh² ഈസിക്കൽ എന്ത് കിട്ടി? 1/1+x ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഒന്ന് സൂക്ഷിച്ച് നോക്കേ. dy/dx എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമുക്ക് കിട്ടി dy/dx എന്തായിരുന്നു? 1/1+x ആയിരുന്നു അല്ലയോ? dy/dx നമുക്കിവിടെ കിട്ടിയ dy/dx എന്തായിരുന്നു? -1/1+x ആയിരുന്നു. ഓക്കെ, ഇനി dy/dx ഞാനൊന്ന് സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? ഒന്ന് സ്ക്വയർ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? മൈനസ് പോവും അല്ലയോ? 1 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് എന്താവും? പോസിറ്റീവ്. സോ -1 സ്ക്വയർ ചെയ്താൽ 1 കിട്ടും. 1+x സ്ക്വയർ ചെയ്താൽ 1+x ദ ഹോൾ സ്ക്വയർ കിട്ടും. ഓക്കെ ആണോ? സോ dy/dx ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 1/1+x ദ ഹോൾ സ്ക്വയർ ആവും. ഓക്കെ ആണോ? ശരിക്കും പറഞ്ഞാൽ 1/1+x ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ് കിടക്കുന്ന സാധനം എന്താടി? dy/dx ദ ഹോൾ സ്ക്വയർ അല്ലേ? സോ d²y/dx² ഈസിക്കൽ എന്താ? dy/dx ദ ഹോൾ സ്ക്വയർ. സിമ്പിളായിട്ട് പ്രൂവ് ചെയ്തില്ലയോ? സിമ്പിളായിട്ട് പ്രൂവ് ചെയ്ത്. വല്ല പാടും ഉണ്ടായിരുന്നോ? ഒരു പാടുമില്ല. ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, എന്താ ഇവിടെ e⁻y ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പോൾ നമ്മൾ ഒരു e⁻y കോമൺ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ റൈറ്റിലോട്ട് കൊണ്ടുവന്ന് അതിനെ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് കളയും. വേറെ ഒന്നിനുമല്ല, പ്രോബ്ലം ചെയ്യുന്നത് എന്ത് ചെയ്യാനാ? ഒന്ന് ഈസി ആക്കാനാണ്. കാരണം നമുക്ക് ഈ e⁻y ഇവിടെ വെറുതെ കിടന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ വീണ്ടും d²y/dh² കണ്ടുപിടിക്കാൻ നോക്കുമ്പോഴത്തേക്ക് e⁻y ഇൻറ്റു dy/dx എന്നൊക്കെ കിടക്കുക. സോ ആ ഫംഗ്ഷൻ ഇൻറ്റു ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞ് കിടക്കുക. അപ്പോൾ മൾട്ടിപ്പിൾ ആ ലെബ്നിറ്റ്സ് റൂളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ത് ചെയ്യും? ഒരുപാട് കൂടിപ്പോവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഐഡിയ യൂസ് ചെയ്യും. എന്താ ഐഡിയ? e⁻y ഇവിടുന്ന് 2 നമുക്ക് എന്ത് ചെയ്യാം? കോമൺ എടുക്കാം. കോമൺ എടുത്ത് റൈറ്റിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവനെ കൊണ്ടുള്ള ശല്യം എന്ത് ചെയ്ത് അവിടെ അങ്ങ് തീർന്നു. കണ്ടോ? ഓക്കെ ആണേ? ഓക്കെ, സോ ബാക്കിയുള്ളതെല്ലാം കൂടെ ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. ഈസി അല്ലേ? ഈസിയാണ്. അങ്ങനെ നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ഈ എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നോക്കുന്നത്? y = tan inverse x the whole square എന്ന് തന്നിട്ടുണ്ട്. ഷോ ദാറ്റ് x² + 1 the whole square into y2 plus 2x into x² + 1 y1 = 2 എന്ന് പ്രൂവ് ചെയ്യണം. നോക്കാം. y = tan inverse x the whole square. y1 എന്താ? tan inverse x the whole square. x² ഡെറിവേറ്റീവ് എന്താ? 2x. സോ y1 എന്ന് പറയുമ്പോൾ എന്താ? 2 ഇൻറ്റു tan inverse x. പക്ഷേ ഈ x² അല്ല കിടന്നത്. എന്താ കിടന്നത്? tan inverse x the whole square നടക്കുന്നത്. ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ. സോ അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ്റെ എന്ത് ചെയ്യണം? ഡെറിവേറ്റീവ് എടുക്കണം. സോ tan inverse x ഡെറിവേറ്റീവ് എന്താ? 1/1 + h². 1/1 + h². ഓക്കെ, tan inverse x ഡെറിവേറ്റീവ് എന്താ? 1/1 + h². അപ്പോൾ y1 കിട്ടി. ഇനി നമുക്ക് ആര് വേണം? നമുക്കറിയാം, നമുക്ക് ആരെയും വേണം? y2 വേണം. ഓക്കെ, സോ y1 ഞാൻ ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാൻ പോവാം. y1 = 2 tan inverse x ഡിവൈഡഡ് ബൈ 1 + h². ഒന്നുമല്ല, ഇത് എന്തിനാണ് എഴുതിയത്? നമുക്കറിയാം, മുകളിൽ കിടക്കുന്നതിനെ u ആയിട്ടും കൺസിഡർ ചെയ്യാം, താഴെ കിടക്കുന്നതിനെ v ആയിട്ടും കൺസിഡർ ചെയ്യാം. u/v ഫോമിൽ കിടക്കും അല്ലയോ? u/v ഫോം. സോ u'(v - uv'/v² എന്ന് എഴുതാം. u നമുക്കറിയാം, u എന്താ? 2 tan inverse x. u' എന്താ? 2 അതേപോലെ എഴുതി. tan inverse x ഡെറിവേറ്റീവ് എന്താ? 1/1 + h². v എന്താ? v നമുക്കറിയാം, v 1 + h². v' എന്താ? 1ൻ്റെ ഡെറിവേറ്റീവ് 0, h² ഡെറിവേറ്റീവ് 2x. സോ u, u', v, v' എല്ലാം ആയി. പറക്കിയിട്ട് കൊടുക്കാം. സോ നമുക്ക് y2 വേണം. y1 ഡെറിവേറ്റ് ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? y2 കിട്ടും. y2 = കറുപ്പ് കൊണ്ട് എഴുതാം. y2 = ഇതാ നോക്കിയേ, u' ഇൻറ്റു v അല്ലേ? u' എന്ന് പറയുമ്പോൾ എന്താ? 2 ഡിവൈഡഡ് ബൈ 1 + h² അല്ലേ? u' ഇൻറ്റു v. v എന്താ? v 1 + h². ഓക്കെ, സോ u' ഇൻറ്റു v മൈനസ് u ഇൻറ്റു v'. u എന്താ? 2
ടാൻ ഇൻവേഴ്സ് എക്സ്. വി ഡാഷ് എന്താ 2x. ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്തുകൊണ്ട് ഇനി വി സ്ക്വയർ ഉണ്ട് അല്ലേ, അതായത് 1 + എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഉണ്ട്. ഓക്കെ ആണേ. ഓക്കെ, സോ ഇനി ഇതാണ്ടേ ഇതിനെ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എൻ്റെ കൂടെ y2ൻ്റെ കൂടെ കിടക്കുന്ന നേരാ 1 + എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയറാ. സോ 1 + എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയറിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാ, y2ൻ്റെ കൂടെ ഇങ്ങനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരാൻ പോവാ. സോ y2 × 1 + എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇവിടെ ഒരു 1 + എക്സ് സ്ക്വയറും 1 + എക്സ് സ്ക്വയറും എന്ത് ചെയ്ത് ക്യാൻസൽ ആയിപ്പോയി. ഇവിടെ ആരൊക്കെ ഉണ്ട് ഇനി റൈറ്റ് ഹാൻഡിൽ ആരൊക്കെ ഉണ്ട്, 2 - 2x × 1 + എക്സ് സ്ക്വയർ × y1 ആന്ന്. കാരണം എന്താ 1 + എക്സ് സ്ക്വയർ ഇതാ നോക്കിയേ, 2x × എന്തോടൊപ്പം ഉണ്ട് 2x × എന്ന് പറഞ്ഞാൽ കിടക്കുന്നത് അല്ലേ. സോ അങ്ങനെ തന്നെ എഴുതാം, 2x × 2 ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിടപ്പുണ്ട്. 2x × 2 ടാൻ ഇൻവേഴ്സ് എക്സ്. നമുക്കറിയാം റൈറ്റ് ഹാൻഡ് സൈഡിൽ 2 മാത്രമേ, ബാക്കിയുള്ളതെല്ലാം എന്താ ലെഫ്റ്റില്ല. സോ y2 × 1 + എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഈസ് ഹോൾ സ്ക്വയർ താണ്ടെ ഇവനെ ഞാൻ എന്ത് ചെയ്യാൻ പോയി ലെഫ്റ്റിലോട്ട് കൊണ്ടുവരാൻ പോകും. സോ മൈനസ് ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താവും പ്ലസ് 2x × 2 ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും, നിങ്ങൾക്കൊരു സംശയം തോന്നാൻ കുഴപ്പമില്ല. ആ സംശയം ഞാൻ ഇപ്പോൾ തീർത്ത് തരാം. 2 ടാൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു എന്താ 2 എന്ന് കിട്ടി. ഇവിടം വരെ ഓക്കെ ആണേ. ഓക്കെ, അങ്ങനെ ഇതാ നോക്കിക്കോ, ഇവിടെ y2 × 1 + എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് ആടെ 2x × ഇവനാണ് പ്രശ്നം. നമുക്കിവിടെ വന്നിരിക്കുന്ന ടേം എന്താ 2 ടാൻ ഇൻവേഴ്സ് എക്സ് എന്നല്ല, പകരം വന്നിരിക്കുന്നത് എന്താ x² + 1 × y1 എന്നാണ്. ശരിക്കും പറഞ്ഞാൽ അതാ നോക്കിയേ, 1 + എക്സ്² × y1 എന്ന് പറഞ്ഞാൽ എന്താ, ഈ ടേമിൽ നിന്നും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഈ 1 + എക്സ് സ്ക്വയറിനെ ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യാൻ പോവുക, ഇങ്ങനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരാൻ പോവുക. അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ ആവും, 1 + എക്സ് സ്ക്വയർ × y1 ഈസ് ഈക്വൽ ടു എന്താ 2 ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 ടാൻ ഇൻവേഴ്സ് എക്സിന് പകരം എനിക്ക് എന്ത് എഴുതാം, y1 × 1 + എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ ആണോ? അതാണ്ട് ഇവിടുന്ന് കിട്ടുന്നത് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് കിട്ടുന്നത് അത് നമുക്ക്. ഓക്കെ, സോ 2 ടാൻ ഇൻവേഴ്സ് എക്സിന് പകരം നമുക്ക് എന്ത് എഴുതാം, 1 + എക്സ് സ്ക്വയർ × y1 എന്ന് എഴുതാം. ഓക്കെ, സോ ഞാൻ ഈ 2 ടാൻ ഇൻവേഴ്സ് എക്സിന് പകരം ഞാൻ എന്ത് ചെയ്യാൻ പോവാ, 1 + എക്സ് സ്ക്വയർ × y1 എന്ന് എഴുതാൻ പോവാം. ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, ഈസ് ഈക്വൽ ടു 2. ആൻസറായി y2 × 1 + എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 × 2x × 1 + എക്സ് സ്ക്വയർ. സോറി, ഒരു 2x ഉണ്ടല്ലേ, ഒരു 2x ഉണ്ട്. ആ 2xനെ മറന്നുപോയി കേട്ടോ. 2x × y1 ഈസ് ഈക്വൽ ടു 2. ഓക്കെ, സോ ആൻസറായില്ലേ, ആൻസറായി y2 × 1 + എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2x × y1 × 1 + എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 2. സിമ്പിൾ അല്ലേ, സിമ്പിൾ. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റിനോട് കൂടി നമ്മൾ എന്ത് ചെയ്യാൻ പോവുക, നമ്മൾ ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അപ്പോഴേ വിളിക്കുക, ചോദിക്കുക, ഡൗട്ട് ക്ലിയർ ചെയ്യുക, എല്ലാ സംഭവം എന്ത് ചെയ്യുക, നല്ല സെറ്റായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, സോ വേറൊരു ചാപ്റ്ററായിട്ട് അടുത്ത ലെക്ചറിൽ കാണാം. ഹാപ്പി ലേണിംഗ്, ബൈ.